നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അൻസാരി സുഹ്രി ആലപ്പുഴ എന്ന് പറയുന്ന ഈ ഒരു പണ്ഡിതൻ, അദ്ദേഹം ആരിഫ് ഹുസൈൻ്റെ വീഡിയോയ്ക്ക് റിയാക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതിലിട്ടിരിക്കുന്നത്. അതിന് ഞാൻ റിയാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർനെറ്റ് ഇസ്ലാമിൻ്റെ കഥ കഴിക്കും എന്ന് വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെ, ലോകത്ത് ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടുകൂടി ഇസ്ലാം ജനമനസ്സിൽ അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഇയാൾ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ താഴെ കുറേ ആൾക്കാരുടെ പേരുകൾ വരുന്നുണ്ട്. ആദ്യം വരുന്ന ആളുടെ പേര് ആൻഡ്രൂ ടേറ്റ്. നിങ്ങൾ എല്ലാവരുടെ പേരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാൾ പറയുന്നതിന് ഓരോ വ്യക്തിയുടെയും ഫാക്ട് ചെക്ക് ചെയ്തതിൻ്റെ ഒരു പട്ടിക ഇയാൾ സംസാരിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. ആദ്യം ഇയാൾ പറയുന്നതെന്ന് കേൾക്കാം. അതിന്റെ അസ്തമാനത്തിലേക്ക് അതിവേഗം ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മലർപ്പൊടിക്കാരന്റെ കേവല സ്വപ്നം മാത്രമല്ല. ഇങ്ങനെ സ്വപ്നം കണ്ട ഒരുപാട് പേര് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. സൽമാൻ റുഷ്ദി സാത്താനിക് വേഴ്സസ് രചിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനൊരു കിനാവ് കണ്ടിരുന്നു. ലജ്ജ എന്ന പുസ്തകം എഴുതുമ്പോൾ വിപ്ലവാത്മകമായ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് തസ്ലീമ നസറിനൊക്കെ വിചാരിച്ചത്. ഇങ്ങനെ സ്വപ്നം കണ്ട് പലരും പല രചനകളും നടത്തി. ആ പുസ്തകാനന്തരം ജനമനസ്സുകളിൽ നിന്ന് അവരൊക്കെ അപ്രതീക്ഷിതമായി എന്നല്ലാതെ ഇസ്ലാം അതിന്റെ യശസ്സോടുകൂടി തനിമയോടുകൂടി ഇന്നും നിലനിൽക്കുന്നു. ഇന്റർനെറ്റ് വ്യാപനത്തോടുകൂടി ഇസ്ലാം അസ്ഥിരപ്പെടുകയാണോ അല്ല ജനമനസ്സിൽ സ്ഥിരപ്പെടുകയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് സെർച്ച് നിങ്ങൾ ചെയ്യേണ്ട. ഇതിന്റെ താഴെ ഞാൻ ഈ ഇടുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യർ, എങ്ങനെല്ലാം ജീവിച്ച മനുഷ്യർ, സ്നൂപ്പ് ഡോഗ് ഏതെല്ലാം തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാകാതെ അങ്ങനെ വിഹരിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ ഇസ്ലാം ആശ്ലേഷത്തിന് ശേഷം വെറും ഒരു പൂമ്പാറ്റെ പോലെ മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. കള്ളു കുടിച്ച് പെണ്ണുപിടിച്ച് കൂത്താടി ഗായകരായും ഉല്ലസിച്ചുമൊക്കെ ജീവിച്ച മനുഷ്യർ അവര് ഇസ്ലാം ആശ്ലേഷത്തിന് ശേഷം അവരുടെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം മനുഷ്യർക്ക് സ്വതക്കയായി ദാനമായി കൊടുക്കുന്നു. അവരെ മാതാപിതാക്കളെ അങ്ങേയറ്റം പരിചരിക്കുന്ന നല്ല മനുഷ്യരായി മാറുന്നു. ഭൂമിയിലൂടെ നടക്കുമ്പോൾ പോലും എളിമയുടെയും ആ വിനയത്തിന്റെ ബോക്സിംഗ് താരം മുഹമ്മദ് അലിയെ മാത്രം നമ്മൾ ഇവിടെ ഉദ്ധരിച്ചാൽ മതി. ബോക്സിംഗ് താരം മുഹമ്മദ് അലി ആദ്യം മതം അയാളുടെ ഇസ്ലാം എന്ന് പറയുന്നത് നേഷൻ ഓഫ് ഇസ്ലാം, ഇലൈജ മുഹമ്മദിൻ്റെ ഒരു കൾട്ടാണ് നേഷൻ ഓഫ് ഇസ്ലാം. ഇസ്ലാം എന്ന പേരിൽ ഒരു കൾട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് മാൽക്കം എക്സിനെയൊക്കെ ആരാധിച്ച് അദ്ദേഹത്തിന് ഹീറോ വർഷിപ്പ് ചെയ്തിരുന്ന ഒരാളാണ് മുഹമ്മദ് അലി. അപ്പം മാൽക്കം എക്സ് ഒടുവിൽ ഇലൈജ മുഹമ്മദിൻ്റെ കൾട്ട് വിട്ടിട്ട് മെയിൻ സ്ട്രീം ഇസ്ലാമിലേക്ക് വരുന്നു. അതേപോലെ തന്നെ മുഹമ്മദ് അലിയും മെയിൻ സ്ട്രീം ഇസ്ലാമിലേക്ക് പിൽക്കാലത്തിൽ വരികയാണ്. പക്ഷെ അവരാദ്യം ചേരുന്നത് ജയിലിൽ കിടന്നതിന് ശേഷം അവിടുന്നാണ് ഈ ഇലൈജ മുഹമ്മദിൻ്റെ ഈ കൾട്ടിലേക്ക് ഇവർ ജോയിൻ ചെയ്യുക. അതൊരു വേറൊരു ചരിത്രമാണ്. ഇവർ പറയുന്ന വഹാബി സലഫി ഇസ്ലാം അല്ല അവർ ഫോളോ ചെയ്തത്. ഇവർ പറയുന്നത് വഹാബി ഇസ്ലാമാണ്. ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ വഹാബിസമാണ്. അപ്പോൾ അതും മറ്റതും തമ്മിൽ ഇവർ കോർത്തിണക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഇസ്ലാം എന്നുള്ള പേര് വെച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെന്നും പറഞ്ഞ് നടക്കുന്ന പോലെ അവിടെ സ്റ്റാലിൻ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്ന കമ്മ്യൂണിസവും ഈ നോർത്ത് കൊറിയയിലുള്ള കമ്മ്യൂണിസവും കേരളത്തിലും ഉണ്ട് കമ്മ്യൂണിസം. അതും ഇതും തമ്മിൽ ആനയും ആടിൻ്റെയും വ്യത്യാസമാണ്. ഇവിടെ പക്ക ക്യാപിറ്റലിസ്റ്റിക് ഫ്രീ മാർക്കറ്റ് ഇക്കോണമി പിന്തുടരുന്ന ഒരു കമ്മ്യൂണിസമാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കൊണ്ട് മാത്രം ആൾക്കാരെ ഊളയാക്കുന്ന ഒരു മൊയ്ന്താണ് ഈ അൻസാരി സുഹ്രി ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു മെയിൻ സ്കോറിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൽ കുറേ ആൾക്കാരുടെ പേരുകളെല്ലാം പുള്ളി യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ചവരുടെ പേര് ചേർത്തിട്ടുണ്ട്. എന്തിനാണ് ഈ വിധത്തിലുള്ള ഒരു പ്രോപ്പഗാൻഡ? ഇസ്ലാം വളരുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ മതം സ്വീകരിച്ച് അല്ല ആൾക്കാർ ഇസ്ലാമിനെ വളർത്തുന്നത്. അത് തെറ്റായ ഒരു പ്രചരണമാണ്. ഇസ്ലാം വളരുന്നത് പെരുകി തന്നെയാണ് ഇസ്ലാം വളരുന്നത്. യൂറോപ്പിലും അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലൊക്കെ ഇസ്ലാം വളരുന്നു എന്ന് പറയുന്നത് സാധാരണ പ്രോഗ്രസീവായിട്ടുള്ള വെസ്റ്റേൺ സൊസൈറ്റീസിലൊക്കെ എന്ന് പറയുന്നത് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 1-2 കുട്ടികൾ.
ഇതങ്ങനെയല്ല. ഇവർ പെറ്റുപെരുകുകയാണ് ഇസ്ലാം വളർത്തുന്നത്. അതിന് അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുമുണ്ട്. അതൊരുപാട് സ്റ്റഡീസ് ഈ മുസ്ലിം രാജ്യങ്ങൾ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അവരുടെ ഈ ജനന നിരക്കിൻ്റെ വർധനവിൻ്റെ കാരണം എന്താണെന്നും പല സ്റ്റഡീസും ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകണ്ട. നമുക്ക് ഇസ്ലാമിൻ്റെ വളർച്ച ഇയാൾ പറയുന്ന ഈ അൻസാരി പറയുന്ന കണക്കുകളെല്ലാം ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം. ഏത് വർഷത്തിലാണ് ഇൻ്റർനെറ്റ് വന്നത് എന്ന് നോക്കുക. ആരിഫ് ഹുസൈൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ഇസ്ലാമിനുണ്ടായ തകർച്ച, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇസ്ലാം മാത്രമല്ല, പല മതങ്ങളുടെയും വിമർശനം തുടങ്ങുന്നത് ഇൻ്റർനെറ്റ് വന്നതോടുകൂടിയാണ്. ഇസ്ലാമിൻ്റെ വിമർശനം പഴയകാല യുക്തിവാദികൾ വളരെ കുറച്ചേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാര്യം അറബി ഭാഷയിലാണ്. ആദ്യകാല നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെല്ലാം ഇസ്ലാമിനെ വളരെ കുറച്ച് മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഇസ്ലാമിനെ എല്ലാവർക്കും പേടിയായതുകൊണ്ടാണ്. പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ആൾക്കാർക്ക് പബ്ലിക്കായിട്ട് നിന്ന് പ്രസംഗിക്കാതെ ഇൻ്റർനെറ്റിൻ്റെ ഫോറംസിലും ബ്ലോഗിലും എല്ലാം ഇസ്ലാമിനെ വിമർശിക്കാമെന്നുള്ളൊരു ലിബർട്ടി, ഒരു ലിബറേഷൻ വന്നതോടുകൂടിയാണ് കൂടുതൽ ഈ ജബ്ബാർ മാഷിനെ പോലുള്ള ആൾക്കാരും അതേപോലെ രവിചന്ദ്രനും എല്ലാ മതങ്ങളെയും, പ്രത്യേകിച്ചും ഇസ്ലാമിലുള്ള അങ്ങേയറ്റം അവകാശ ധ്വംസനങ്ങൾ അടങ്ങിയിട്ടുള്ള, അവകാശം നിഷേധിക്കുന്ന, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അടങ്ങിയിരിക്കുന്ന വരികളുള്ള ഖുറാനിലെ വാചകങ്ങൾ, ഇതിനെല്ലാം എടുത്തു വെച്ചുകൊണ്ട് തന്നെ വിമർശനം, നല്ല രീതിയിലുള്ള ക്രിട്ടീക്കുകൾ തുടങ്ങിയത് ഇൻ്റർനെറ്റ് വന്നതോടുകൂടിയാണ്. അപ്പോൾ ഇയാൾ പറയുന്ന ആൾക്കാരെല്ലാം ഏത് വർഷത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചത്? കരീം അബ്ദുൽ ജബ്ബാറൊക്കെ എന്ന് പറയുന്ന അമേരിക്കയിലെ NBA ബാസ്കറ്റ് ബോൾ പ്ലെയറൊക്കെ വളരെ മുമ്പ് തന്നെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗെയിം ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ബ്രൂസ്ലിയുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് എൻ്റെ അറിവ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഇതിനൊന്നും ഫാക്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഫാക്ട് ചെക്ക് ചെയ്യുക. എന്തായിരുന്നാലും ഇൻ്റർനെറ്റ് 1995 മുൻപ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. നമ്മുടെ പോള അബ്ദുളിൻ്റെ അച്ഛനാണ് ഈ കരീം അബ്ദുൽ ജബ്ബാർ. ആൻഡ്രൂ ടേറ്റ് 2022 തന്നെയാണ് അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചത്. അയാൾ പറയുന്ന പട്ടികയിൽ ഇസ്ലാം മതം യഥാർത്ഥത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളവരുടെയൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം രാഖി സവന്ത് 2023, നിക്കോളസ് അനെൽക്ക 2004, ഹംസ അലി അബ്ബാസി 2019, ആൻഡ്രൂ ടേറ്റ് 2022, ദീപിക കാക്കർ 2018, ഡാനി ബ്ലൂം 2014, ഡേവ് ഈസ്റ്റ് 2020, കെവിൻ ലീ 2019, ഇവരൊഴിച്ച് മണിബാഗിയോ 2023, ലിൽ ഡോർക്ക് 2020, ഈ പറഞ്ഞ പേരുകളിൽ ദീപിക കാക്കറും രാഖി സവാന്തും ഒഴികെ പിന്നെ ആൻഡ്രൂ ടേറ്റിനെ നിങ്ങൾക്കറിയാം. ബാക്കിയുള്ള പേരുകൾ മെയിൻ സ്ട്രീം മലയാളികൾക്കൊന്നും അറിഞ്ഞുകൂടാത്ത പേരുകളാണ്. ഈ പറഞ്ഞ നമ്മുടെ ഉസ്താദിനും ഇവരെ ആരും അറിഞ്ഞൂടാ. ഇവരെ അറിഞ്ഞുകൂടാ, ഇനി പറയാൻ പോകുന്ന ആൾക്കാരെ എങ്ങനെയായിരിക്കും അറിഞ്ഞുകൂടാ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം. ഇനി മുഹമ്മദ് അലി 1964 ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. മൈക്ക് ടൈസൺ, AR റഹ്മാനൊക്കെ ഇൻ്റർനെറ്റൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിയുന്നത് തന്നെ AR റഹ്മാൻ എന്നുള്ള പേരിലാണ്. കാറ്റ് സ്റ്റീവൻസ് എല്ലാവർക്കും അറിയാമെന്നുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള കാറ്റ് സ്റ്റീവൻസ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വളരെ മുൻപാണ്. ഇനി ജമൈമ ഗോൾഡ്സ്മിത്ത്, അവർ എപ്പോഴാണ് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തത്, എന്തിനാണെന്നും നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ വേറെ കുറേ ആൾക്കാരുടെ പേരുകൾ, മൈക്കിൾ ജാക്സൺ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തെന്ന് പറയുന്നത് ഇതിന് കൃത്യമായ യാതൊരു തെളിവില്ലാത്ത കാര്യമാണ്. ഇനി തെളിവില്ലാത്ത വേറെ ആൾക്കാർ, സ്നൂപ്പ് ഡോഗ്, അതായത് കഞ്ചാവിൻ്റെ കാനബിസിൻ്റെ ലോക അംബാസഡറായിട്ട് അറിയപ്പെടുന്ന സ്നൂപ്പ് ഡോഗ്, അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചാണ് ഉസ്താദ് പറയുന്നത്. അതിന് എന്തെങ്കിലും തെളിവുണ്ടെന്നെങ്കിൽ ഒന്ന് കാണിക്കുക. ഡേവ് ഷപ്പാൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് 14-15 വയസ്സിലാണ്. അപ്പോഴാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് ആകർഷിതനായിട്ട്, അതും ഇൻ്റർനെറ്റിനും വളരെ മുമ്പ് തന്നെയാണ് അയാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ഇങ്ങനെ എന്തിനാണ് ഇവർ ഈ നുണ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്നത്? പ്രോപ്പഗാൻഡയാണ് ഇതിൻ്റെ ലക്ഷ്യം. നുണ പറഞ്ഞുകൊണ്ടും പ്രോപ്പഗാൻഡ നടത്തിക്കൊണ്ടും ഇസ്ലാം വളരുന്നു എന്നുള്ള ഈ ഒരു നുണക്കഥ ഇവർ പറഞ്ഞു വയ്ക്കുക. ആ ലിസ്റ്റിലുള്ള എത്ര പേര് ഇത് സെർച്ച് ചെയ്ത് നോക്കിയാണ്. നിങ്ങൾ ആ പറയുന്ന വീഡിയോയുടെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. അതിൽ പോയി നിങ്ങൾ കാണുക. ഒരൊറ്റ മനുഷ്യൻ പോലും ഈ പറഞ്ഞ പേരുകളെ ഡീബങ്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല.
അതാണ് അതിൻ്റെ ഒരു വിജയം. കാര്യം സ്കൂളിൽ പോകാത്ത വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി. പൊതുവേ തന്നെ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, എന്നിട്ട് ഇതുപോലുള്ള പ്രോപ്പഗാൻഡയും കൂടി അഴിച്ചുവിടും. ഇതെല്ലാം കേട്ടിട്ട് കൈയടിക്കാനും കുറേ ആൾക്കാർ. ആരിഫ് പറഞ്ഞത് വളരെ വളരെ കറക്റ്റായിട്ടൊരു കാര്യമാണ്. ഇൻ്റർനെറ്റ് വന്നതോടുകൂടിയാണ് ഇങ്ങനെ ഈ ഇസ്ലാം ഏറിക്കയറി തുടങ്ങിയത്. ഇസ്ലാം ഏറിക്കയറുക മാത്രമല്ല, ഇസ്ലാമിനെ ഈ വിധത്തിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നവരെയും ഏറിക്കയറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയെങ്കിലും ഇതുപോലുള്ള മൊയിന്തുകൾ, മൊയിന്ത് പുതിയ ഞാൻ പഠിച്ചൊരു വാക്കാണ്. ഈ മലബാറികളുടെ കൂടെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഈ മൊയിന്ത് എന്നുള്ള വാക്ക് പഠിച്ചത്. അപ്പോൾ ഇവന്മാരുടെയൊക്കെ വീഡിയോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ താഴെ പോയിട്ട്, ഞാൻ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഞാൻ ഇട്ട് തരാം. ഇതുപോലുള്ള ഈ മൊയിന്തുകൾ വീഡിയോസ് ഇടുമ്പോൾ താഴെ പോയിട്ട് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് സാധനങ്ങൾ തട്ടിവിടുക, എന്നിട്ട് ക്ലിയർ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ വിചാരിക്കും, എല്ലാവരും അങ്ങ് അംഗീകരിച്ചു. ഇത് യഥാർത്ഥത്തിൽ അംഗീകരിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ ചീള് കേസുകളാണ്, കളയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ വിത്ത് ഓൾ ദീസ് നെയിംസ്, ഇങ്ങനെ പേരുകൾ ഇട്ടപ്പോഴത്തേക്കും നമുക്കറിയാവുന്നുള്ള പരിചിതമായ കുറേ പേരുകൾ കണ്ടപ്പം ഇവരെങ്ങാണ് ഇനിയിപ്പോൾ കഷ്ടകാലത്തിന് ഇവരാരെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചോ എന്ന് തപ്പിപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറും കെട്ടുകഥകളും നുണക്കഥകളുമാണ്. ഒരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പോഴെങ്കിലും അല്പമെങ്കിലും ചെക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് എങ്ങാണ്ടെന്നൊരു കിട്ടിയൊരു വീഡിയോയും എടുത്ത് വെച്ചിട്ടാണ് ഉസ്താദ് ആരിഫിനെ എതിർക്കാൻ ശ്രമിച്ചത്. അവസാനം മൂഞ്ചിപ്പോയി എന്നല്ലാതെ എന്താണ് പറയേണ്ടത്. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും ഇതുപോലെയുള്ളൊരു റിയാക്ഷനുമായിട്ട് വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.